ഹായ് എവരിവൺ, വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. 2026 നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാംസിന്റെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് മാസ്റ്റർ കി അക്കാഡമി പ്രിലിംസ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ഡിഗ്രി പ്രിലിംസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷന്റെ ഒരു സീരീസ് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2021 നടന്നിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാംസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ആണ്. വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ മറ്റ് സബ്ജക്ട്സിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ പഠനം എത്രത്തോളം ആയിട്ടുണ്ട് എന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ സാധിക്കും. അതേപോലെ വരാൻ പോകുന്ന എക്സാമിന് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരാം, അല്ലെങ്കിൽ അതിന്റെ പാറ്റേൺ ഒക്കെ കൃത്യമായിട്ട് പിടികിട്ടുന്നതിനൊക്കെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് വളരെയേറെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് 2021 നടന്നിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Which of the following statement are true about the social reform movement in Kerala? ഇപ്പൊ കേരളത്തിൽ നടന്നിട്ടുള്ള സോഷ്യൽ റീഫോം മൂവ്മെന്റിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ അറിയാം, നമ്മുടെ ഇതിനകത്ത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. It was initiated and led by the middle class under the influence of Western ideas. They had a critical attitude towards the traditional institutions, beliefs, and relations. They seldom criticized caste hierarchy. അപ്പൊ ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ സോഷ്യൽ റീഫോം മൂവ്മെന്റിനെ കുറിച്ച്, കേരളത്തിൽ നടന്നിട്ടുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള കാര്യം കണ്ടുപിടിക്കുക. അപ്പൊ നമുക്കറിയാം, ഇറ്റ് വാസ് ഇനിഷ്യേറ്റഡ് ആൻഡ് ലെഡ് ബൈ ദി മിഡിൽ ക്ലാസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ ഐഡിയാസ്. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള റവല്യൂഷന്റെയും അവിടെ നടന്നിട്ടുള്ള പല പ്രക്ഷോഭത്തിന്റെയും സ്വാധീനം നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ കേരളത്തിൽ ചെലുത്തിയിട്ടുള്ള കാര്യം നമുക്കറിയാം. എങ്ങനെ? അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ വരികയും അവരുടെ സാമ്രാജ്യം ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തതിനു ശേഷം ക്രിസ്ത്യൻ മിഷണറീസ് വരുന്നു. അവരുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, പാശ്ചാത്യ വിദ്യാഭ്യാസം ഇവിടെ പ്രചാരത്തിൽ കൊണ്ടുവരുന്നു. അതിനെ തുടർന്ന് ഇവിടുത്തെ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ സാധാരണക്കാരെല്ലാം പാശ്ചാത്യ വിദ്യാഭ്യാസം നേടുകയും അതിനെക്കുറിച്ച് അതിലൂടെ ലോകത്തിനെ കുറിച്ച് കൂടുതൽ അറിവുകൾ നേടുകയും ലോകത്തിന്റെ കുറിച്ചുള്ള അവബോധം അവർക്ക് ഉണ്ടാവുകയും ചെയ്യുകയാണ്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ ദേശത്ത് മാത്രം ഭയങ്കരമായ അയിത്തവും മറ്റുള്ള അനാചാരങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാകും അല്ലേ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് വാസ് ഇനിഷ്യേറ്റഡ് ആൻഡ് ലെഡ് ബൈ ദി മിഡിൽ ക്ലാസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ ഐഡിയാസ്. വെസ്റ്റേൺ ഐഡിയാസ് സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് 100% ഉറപ്പാണ് അല്ലെ. അതുപോലെ ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ഇതൊക്കെ നമ്മുടെ കേരളത്തിലും ഇതിനെല്ലാം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഫ്രഞ്ച് റെവല്യൂഷന്റെ ഫലമായിട്ട് ടിപ്പു സുൽത്താൻ ട്രീ ഓഫ് ലിബർട്ടി സ്ഥാപിക്കുകയൊക്കെ ചെയ്തു അല്ലെ. കൂടാതെ തന്നെ ക്രിസ്ത്യൻ മിഷണറീസിന്റെ സ്വാധീനങ്ങൾ, അങ്ങനെ പല സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം തന്നെ ക്രിസ്ത്യൻ, നമ്മുടെ വിദ്യാഭ്യാസവും കൾച്ചറൽ എല്ലാ മേഖലകളിലും വെസ്റ്റേണിന്റെ, പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത് സോഷ്യൽ റിഫോം മൂവ്മെന്റിലാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്: They had a critical attitude towards traditional institutions, beliefs, and relations. അപ്പോൾ ഈ ഒരു മിഡിൽ ക്ലാസ്സിന് അന്ന് വരെ നിലവിലുണ്ടായിരുന്ന നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കസ്റ്റമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, കുറെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മിഡിൽ ക്ലാസ് സാധാരണക്കാർക്ക് പ്രചോദനമായത് വെസ്റ്റേൺ ഐഡിയാസ് ആണ് അല്ലെ. അയിത്തവും അനാചാരങ്ങളും പല രീതിയിൽ ഇവിടെ നിജത്വങ്ങളും ഒക്കെ നിലനിന്നിരുന്ന സമയത്ത് അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഇവർ തിരിച്ചറിയുന്നത് തന്നെ വെസ്റ്റേണിന്റെ വരവോടുകൂടിയാണ്. വെസ്റ്റേൺ കൺട്രീസ് ഇവിടെ കോളനിവൽക്കരിക്കുന്നതിലൂടെയാണ് ഇതിനെ കുറിച്ച് മനസ്സിലാക്കുക. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് അല്ലെ. They had a critical attitude towards traditional institutions, beliefs, and relations. നെക്സ്റ്റ് തേർഡ് സ്റ്റേറ്റ്മെന്റ്: They seldom criticized caste hierarchy. കാസ്റ്റ് ഹൈറാർക്കി അവർ ക്രിട്ടിസൈസ് ചെയ്തതേയില്ല. അങ്ങനെയാണോ? മിഡിൽ ക്ലാസ് കാസ്റ്റ് ഹൈറാർക്കിയെ വിമർശിച്ചതിന്റെ ഫലമായിട്ടാണ് കേരളത്തില് പല സ്ഥലങ്ങളിലും അമ്പലങ്ങളിലുള്ള പ്രവേശനം, ക്ഷേത്ര പ്രവേശന വിളംബരം വരുന്നതും, അല്ലെങ്കിൽ വഴിയിലൂടെ നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അങ്ങനെയുള്ള പല ഉച്ചനീചത്വങ്ങളും മാറുന്നത് ഈ മിഡിൽ ക്ലാസ് ക്രിട്ടിസൈസ് ചെയ്തതുകൊണ്ടാണ്. സ്റ്റേറ്റ്മെന്റ് ത്രീ പറയുന്നത്
ക്രിട്ടിസൈസ് ചെയ്തില്ല എന്നാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമുക്ക് ഓപ്ഷൻ 1 and 2 വരുന്നത് എ എന്നുള്ള ഓപ്ഷനാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് റോൾസ് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. റോൾ ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ്, മോഡേണൈസേഷൻ ആൻഡ് സോഷ്യൽ കോൺഷ്യസ്നസ്, ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് ആൻഡ് റഷ്യൻ റവല്യൂഷൻ. ഇതൊക്കെ നമ്മുടെ സോഷ്യൽ റീഫോം മൂവ്മെന്റിനെ, കേരളത്തിലെ സോഷ്യൽ റീഫോം മൂവ്മെന്റിനെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഘടകങ്ങളാണ്. നെക്സ്റ്റ്, ഹു എസ്റ്റാബ്ലിഷ്ഡ് അഭിനവ ഭാരത് യുവക് സംഘം. അഭിനവ ഭാരത് യുവ സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനം എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എ വി കുഞ്ഞമ്പു ആണ്. എ വി കുഞ്ഞമ്പു എന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1934 ഫോം ചെയ്യുമ്പോൾ ഒരു സ്ഥാപക മെമ്പർ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് കേരളത്തിലെ കർഷക സംഘം എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു എല്ലാ കർഷകരെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് കർഷക സംഘം എന്ന് രൂപീകരിക്കുന്നത് എ വി കുഞ്ഞമ്പുവിന്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹം ഒരു ഫ്രീഡം ഫൈറ്റർ ആണ്. അപ്പോൾ അദ്ദേഹമാണ് അഭിനവ് ഭാരത് യുവ സംഘം എന്ന പേരിൽ ഒരു പ്രസ്ഥാനം കരിവള്ളൂർ, കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ ആരംഭിക്കുന്നു. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു പീസന്റ് ആൻഡ് ട്രേഡ് യൂണിയൻ ലീഡർ കൂടിയായിരുന്നു എ വി കുഞ്ഞമ്പു എന്ന് പറയുന്നത്. അദ്ദേഹം രാജ്യസഭയിൽ 1956 MP ആയിട്ട് സേവനം അനുഷ്ഠിച്ചുള്ള വ്യക്തിയാണ്. ഫൗണ്ടിംഗ് മെമ്പർ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എ വി കുഞ്ഞമ്പുവിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. അപ്പൊ അഭിനവ് ഭാരത് യുവ സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ വി കുഞ്ഞമ്പു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a list of political events occurred in 1930s in Kerala wherein women largely participated is given below. Choose the correct match. അപ്പോൾ 1930s കേരളത്തിലെ പല വനിതകളും സ്വാതന്ത്ര്യത്തിന്റെ ഫലമായിട്ടും സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടൊക്കെ മുന്നോട്ട് വരികയുണ്ടായി. അപ്പോൾ അതില് നടന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഇവന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിലും ഏതൊക്കെ സ്ത്രീകൾ ഏതൊക്കെ ഇവന്റുമായിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത് കണ്ടുപിടിക്കുക. ഗാന്ധിജീസ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, TC കൊച്ചുകുട്ടി അമ്മ. ഗാന്ധിജി കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യദിന പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ, പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ ശരിക്കും അവിടെ അഹിംസാ മാർഗമാണ്, നോൺ വയലൻസ് ആണ് ഗാന്ധിജി സ്വീകരിച്ചിരുന്നത്. ഇതിനോടൊപ്പം അഹിംസാ മാർഗത്തിന് കുറച്ചുകൂടെ ശക്തി പകരുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സ്വദേശി മൂവ്മെന്റ്സും ഖാദിവൽക്കരണം, അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇന്ത്യ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ എന്ന രീതിയിലുള്ള പല പല കാര്യങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഗാന്ധിജി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതാണ് ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി എന്താ ചെയ്യുന്നത്? ഓക്കെ, കോംപ്രിഹെൻസീവ് ബ്ലൂ പ്രിന്റ്. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞാൽ, comprehensive blueprint for the social, economic and moral generation of India, which he considered as integral part of non-violent struggle for complete independence or പൂർണ്ണ സ്വരാജ്. ഇന്ത്യക്ക് പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള അഹിംസാ പ്രസ്ഥാനങ്ങളുണ്ട്, അഹിംസാ മൂവ്മെന്റ് ഉണ്ട്. ഇതിനെയൊക്കെ കുറച്ചുകൂടെ ബലം പകരുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജി തന്നെ കൊണ്ടുവന്നിട്ടുള്ള മുൻകൈ എടുത്തിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ഈ നോൺ കൺസ്ട്രക്റ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ തന്നെ ഉള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് മറ്റുള്ള രാജ്യത്തെ ബ്രിട്ടനെ ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതില് പ്രധാനപ്പെട്ട ഒരു പാർട്ടിസിപ്പന്റ് ആയിരുന്നു കേരളത്തിൽ നിന്നുള്ള TC കൊച്ചുകുട്ടി അമ്മ. ആ ഓപ്ഷൻ കറക്റ്റ് ആണ്. രണ്ടാമത്തത്, ഗേൾ സ്റ്റുഡന്റ് സ്ട്രൈക്ക് അറ്റ് ചാലപ്പുറം ഗവൺമെന്റ് സ്കൂൾ. ജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന, സ്വാതന്ത്ര്യ ദിന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്തെത്തുന്ന ഒരു വനിത എന്ന് പറയുന്നത് ജയലക്ഷ്മിയാണ്. അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ചാലപ്പുറ ഗവൺമെന്റ് സ്കൂളിൽ നടന്നിട്ടുള്ള ഒരു സ്ട്രൈക്ക്. ഫസ്റ്റ് ടൈം വുമൺ ഇൻ കേരള കോട്ടഡ് അറസ്റ്റ് ഇൻ കോസ് ഓഫ് ദി ഫ്രീഡം മൂവ്മെന്റ്. The strike involved a procession and picketing where girl students and other women freedom fighters protest against British rule and promoted the use of Swadesh goods, a core part of Gandhi's കൺസ്ട്രക്ഷൻ പ്രോഗ്രാം. അപ്പോൾ ഇതിൽ ഗാന്ധിയുടെ കൺസ്ട്രക്ഷൻ പ്രോഗ്രാമിന്റെ ഫലമായിട്ട് ഇവരെന്ത് ചെയ്തു? കുറച്ച് ആൾക്കാരെ പിന്നെ ഈ ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിൽ നടത്തിയിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ്. അതിൽ വിദ്യാർത്ഥിനികളാണ് പങ്കെടുത്തത്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ജയലക്ഷ്മി എന്ന് പറയുന്നത്. ആ വനിത എന്താണ് ചെയ്തത്? എ ഡിഫൈനിങ് മൊമെന്റ് കെയിം വെൻ എ പോലീസ് ഇൻസ്പെക്ടർ അറ്റംപ്റ്റഡ് ടു സ്നാച്ച് എ ട്രൈകളർ ഫ്ലാഗ് ഫ്രം ജയലക്ഷ്മിസ് ഹാൻഡ്. ഷീ ഫിയർലെസ്ലി സ്റ്റേറ്റിംഗ്, ഐ വിൽ നോട്ട് പാർട്ട് വിത്ത് ദിസ്. അതായത് ജയലക്ഷ്മി ആ ഒരു പ്രക്ഷോഭം നടക്കുമ്പോൾ ഒരു ഇന്ത്യയുടെ ഒരു പതാക അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഒരു പോലീസ് ഇൻസ്പെക്ടർ അത് വന്ന് എടുത്ത് മാറ്റാൻ ശ്രമിച്ചപ്പോൾ അവരതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇതിന്
കൂട്ടു നിൽക്കത്തില്ല എന്ന് പറഞ്ഞു. അതായത് ഞാൻ എന്റെ ആശയങ്ങൾ എന്റെ ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അവരുദ്ദേശിച്ചത്. അപ്പോൾ ജയലക്ഷ്മി എന്ന് പറയുന്ന വനിത എന്ന് പറയുന്നത് കേൾ സ്റ്റുഡൻസ് മൂവ്മെന്റ് സ്ട്രൈക്ക് അറ്റ് ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഒരു വനിതയാണ്. സോ ഓപ്ഷൻ 2 റൈറ്റ് ആയിട്ടുള്ളതാണ്. ഇതെല്ലാ ഇവന്റ്സും നടക്കുന്നത് 1930s. അടുത്തത് ടെമ്പിൾ എൻട്രി പ്രോഗ്രാം PM കമലാവതി. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട മറ്റൊരു സാമൂഹിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ് ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെങ്കിൽ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. 1936 ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ആണ് അത് പുറപ്പെടുവിക്കുന്നത്. അതായത് അയിത്ത ജാതിക്കാർക്ക് അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്കൊക്കെ അമ്പലത്തിൽ പ്രവേശിക്കാൻ അതിന്റെ അടുത്തൂടെയുള്ള അമ്പലത്തിന്റെ ഭാഗത്തൂടെയുള്ള വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്ത പല വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഭാഗമായിട്ട് 1930s നടന്നിട്ടുള്ള ടെമ്പിൾ എൻട്രി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വനിതയാണ് PM കമലാവതി എന്ന് പറയുന്നത്. അവരുടെ നെയിം ഓർക്കുക, PM കമലാവതി. ഇവര് 3 പേരും ഈ ഇവന്റുമായിട്ട് കറക്റ്റായിട്ട് മാച്ചിങ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Among the following statements, which are true in relation to the event of the partition of Bengal? താഴെ പറയുന്നത് ഏതാണ് ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായിട്ടുള്ളത്? ലോർഡ് കേഴ്സൺ ഇഷ്യൂഡ് ദി ഓർഡർ ഓഫ് ഡിവൈഡിംഗ് പ്രൊവിൻസ് ഓഫ് ബംഗാൾ. ബംഗാളിന്റെ ഡിവിഷൻ അല്ലെങ്കിൽ പാർട്ടീഷൻ ഓഫ് ബംഗാൾ അതിന് ഓർഡർ കൊടുത്തത് ആരായിരുന്നു? ലോർഡ് കേഴ്സൺ. നമുക്കറിയാം 1905 1905 ഈ ഒരു ഡിവിഷൻ ബംഗാളിനെ വിഭജിച്ച് ഈസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ ഒക്കെ ആയിട്ട് മാറ്റുന്നത് അല്ലേ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായിട്ട് പോരാടുന്ന സമയത്ത് ഭിന്നിപ്പിച്ച് ഭരിക്കുക അല്ലെ, ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഫലമായിട്ട് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ അടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഈ ഒരു ബംഗാൾ പാർട്ടീഷൻ കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്തോ ചെയ്തു? ബംഗാൾ അതിനെ 2ആയിട്ട് ഭാഗിച്ചു. അപ്പൊ ആരാണ് ഓർഡർ കൊണ്ടുവന്നത്? ലോർഡ് കേഴ്സൺ ആണ്. ഓക്കെ, ലോർഡ് കേഴ്സൺ ആണ് ഓർഡർ കൊണ്ടുവന്നത്. ഇറ്റ് വാസ് മെന്റ് ടു സ്റ്റെം ദ റൈസിംഗ് ടൈഡ് ഓഫ് നാഷണലിസം. ഇറ്റ് വാസ് മെന്റ് ടു സ്റ്റെം ദ റൈസിംഗ് ടൈഡ് ഓഫ് നാഷണൽ. അന്ന് പല രീതി ഇന്ത്യൻ ജനത നല്ല രീതിയിൽ എന്തുണ്ടായിരുന്നു, തീവ്രമായിട്ട് ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പോരാടുന്ന സമയത്ത് അവരുടെ യൂണിറ്റിയെ അല്ലെങ്കിൽ അവരുടെ ഐക്യത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവര് എടുത്തിരുന്ന ഒരു പരിപാടിയാണ് ഈ പറഞ്ഞ ഈ പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് മെന്റ് ടു സ്റ്റെം ദി റൈസിംഗ് ടൈഡ് ഓഫ് നാഷണലിസത്തിനെ സ്റ്റെം ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താ? നാഷണലിസത്തിനെ ആ ഒരു ദേശീയതയെ അവര് എടുത്തു കളയാൻ വേണ്ടിയിട്ട്, അതിനെ ശിഥിലമാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ. ഇന്ത്യൻ ജേർണലിസ്റ്റ് ഡിഡ് നോട്ട് സീ ദി പാർട്ടീഷൻ ആസ് ആൻ അറ്റംപ്റ്റ് ടു ഡിവൈഡ് ഇന്ത്യൻസ് ആസ് റിലീജിയസ് ഗ്രൗണ്ട്. ഇന്ത്യൻ നാഷണലിസ്റ്റ് ഡിഡ് നോട്ട് സീ ദി പാർട്ടീഷൻ ആസ് ആൻ അറ്റംപ്റ്റ് ടു ഡിവൈഡ് ഇന്ത്യൻസ് ഓൺ റിലീജിയസ്. അത് ശരിയാണോ? ആ ഓപ്ഷൻ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഇന്ത്യൻ ജേർണലിസ്റ്റ് ഒരിക്കലും, ഇന്ത്യൻ നാഷണലിസ്റ്റ് ഈ പാർട്ടീഷനെ ഒരു റിലീജിയസ് ഗ്രൗണ്ടിന്റെ ബേസിസിൽ ഇന്ത്യൻ ജനതയെ ഡിവൈഡ് ചെയ്യത്തില്ല എന്ന് വിശ്വസിച്ചിരുന്നോ? ഇല്ല, അങ്ങനെയല്ല ഇന്ത്യൻ നാഷണലിസ്റ്റ് വിശ്വസിച്ചിരുന്നു ഇത് ഈ പാർട്ടീഷൻ കൊണ്ട് ഇന്ത്യക്കാർക്കിടയിൽ വിഭജനം ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. അതുകൊണ്ടാണ് അതിനെതിരെ നമ്മൾ ഇവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതും സ്വദേശി മൂവ്മെന്റ് വരുന്നതും അല്ല, അല്ലെ? ആ ഓപ്ഷൻ തെറ്റാണ്. സോ അവിടെ ആൻസർ എന്ന് പറയുന്നത് എയും ബിയും ആണ് കറക്റ്റ് ആയിട്ട്. 1 and 2. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് ഡിവിഷൻ എങ്ങനെയൊക്കെയാണ് നടന്നുള്ളതാണ്. ഇത് എന്റെ ഡേറ്റ് പറഞ്ഞിരുന്നത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ജൂലൈ 20, 1905 അത് ടുക്ക് എഫക്ട് ഓൺ October 16, 1905. ഒക്ടോബർ 16 ഇത് നിലവിൽ വരുന്നത്. അതിന് അന്ന് പ്രഖ്യാപിച്ചത് ജൂലൈ 20, 1905. ജൂലൈ 20 പ്രഖ്യാപിച്ചു. ഒക്ടോബർ 16 ഇത് നിലവിൽ വരുന്നു. എന്തൊക്കെയാണ് ഡിവിഷൻ? ഈസ്റ്റ് ബംഗാൾ ആൻഡ് ആസാം. അതായത് ബംഗാളിനെ ഈസ്റ്റ് ബംഗാൾ എന്നും വെസ്റ്റ് ബംഗാൾ എന്നും 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഈസ്റ്റ് ബംഗാൾ ആൻഡ് ആസാം എന്ന് പറയുന്നത് ആണ് ഒരു ഡിവിഷൻ. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ളത് ധാക്കായ. അവിടെ മുസ്ലിം മെജോറിറ്റി ഉള്ള പ്രൊവിൻസ് ആയിരുന്നു. അതായത് ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് മുസ്ലിം മെജോറിറ്റി ഉള്ള പ്രൊവിൻസ് ആക്കി എടുത്തുകൊണ്ട് ഈസ്റ്റ് ബംഗാളും ആസാമും ചേർത്തിട്ട് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് ഇവിടെ വരും, ധാക്ക വരും. മറ്റേത് വെസ്റ്റ് ബംഗാൾ ആയിരുന്നു. വെസ്റ്റ് ബംഗാൾ എന്ന് പറയുമ്പോൾ ഒറീസയും വരും, പിന്നെ ബീഹാറും വരും. ഇതും കൂടെ ചേർത്തിട്ടാണ് അവിടെ വരുന്നത്, വെസ്റ്റ് ബംഗാളും
പിന്നെ ഡിവിഷൻ വരുന്നത്. വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഒറീസ. അവരുടെ ഹിന്ദു മെജോറിറ്റി ഗ്രൂപ്പ്സ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഹിന്ദു മെജോറിറ്റി ഗ്രൂപ്പ്സ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത് കൽക്കട്ട. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ: among the following statements which are true about the imposition of emergency in 1975. 1975 ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുകയുണ്ടായി. അത് ഇറ്റ് വാസ് ഇമ്പോസ്ഡ് അണ്ടർ ദി ആർട്ടിക്കിൾ 352 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ? ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. ട്രൂ ആണെന്നുള്ള ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. The proclamation of emergency suspended the federal provisions of the constitution and fundamental rights and civil liberties. അപ്പോൾ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമ്മൾ അഫക്ട് ചെയ്യുന്നത്? ഇന്ത്യൻ നമ്മുടെ സിറ്റിസൺസിനെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത്? അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലേ, അതിനെ റെസ്ട്രിക്ട് ചെയ്യും. ഫണ്ടമെന്റൽ മൗലിക അവകാശങ്ങളെ റെസ്ട്രിക്ട് ചെയ്യും. അതേപോലെ തന്നെ സിവിൽ ലിബർട്ടീസിനെ റെസ്ട്രിക്ട് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. A series of decrees, laws and constitutional amendments reduced the power of judiciary to check the functioning of the executive. എക്സിക്യൂട്ടീവിന്റെ ഫംഗ്ഷനിങ്ങിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് നീതിന്യായ സംവിധാനത്തിന്റെ പവറിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഉടമ്പടികളും ചില അമെന്റ്മെന്റ്സും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സും ഒക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഈ 1975 നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അവിടെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അമെന്റ്മെന്റ്സ്? അതായത് അമെന്റ്മെന്റ് 38 അമെന്റ്മെന്റ് 1975, 42nd അമെന്റ്മെന്റ് 1976 പറയുന്നത് എന്താണ് നോക്കാം നമുക്ക്. 38ാമത്തെ അമെന്റ്മെന്റ് ഭരണഘടനാ ഭേദഗതി 38 1975 എന്താ പറയുന്നത്? മേഡ് ദ പ്രസിഡന്റ് ദ ഡിക്ലെയർ ഓഫ് എമർജൻസി ഇമ്മ്യൂൺ ഫ്രം ജുഡീഷ്യൽ റിവ്യൂ. അതായത് പ്രസിഡന്റ് ആണ് നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്യുന്നത്. നാഷണൽ എമർജൻസി എല്ലാ എമർജൻസി പ്രൊക്ലെയിം ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അപ്പൊ ഈ പ്രസിഡന്റ് നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ജുഡീഷ്യൽ റിവ്യൂവിന് അവസരം ലഭിക്കുന്നതല്ല. അതായത് ആർക്കും, അതായത് നീതിന്യായ സംവിധാനത്തിന് ആ പ്രൊക്ലെയിം ചെയ്ത എമർജൻസി ശരിയാണോ അല്ലയോ എന്ന് വിലയിരുത്താൻ നീതിന്യായ സംവിധാനത്തിന് പറ്റത്തില്ല എന്നൊരു റെസ്ട്രിക്ഷൻ അവിടെ കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ എഫക്ട് എന്തായിരിക്കും? ഗവൺമെന്റിന് തോന്നുന്ന രീതി, ഗവൺമെന്റ് അഡ്വൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കുമല്ലോ പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഗവൺമെന്റിന് ആർബിട്രറി ആയിട്ട് ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരാം എന്നുള്ള ഒരു നില അവിടെ വരുവാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് 1975 നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്യുമ്പോൾ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ആണ് 38ാമത്തെ അമെന്റ്മെന്റ് 1975. ഇത് വരുന്നതോടുകൂടി ജുഡീഷ്യറിക്ക് നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്യാനുള്ള പ്രസിഡന്റിന്റെ അധികാരം അത് ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് വിമുക്തമാക്കി. അതായത് എന്ന് വെച്ചാൽ ജുഡീഷ്യറിക്ക് അത് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല എന്ന് വരുത്തി തന്നു. അതേപോലെ തന്നെ 42ാമത്തെ അമെന്റ്മെന്റ് 1976 എന്താ പറയുന്നത്? ലിമിറ്റഡ് ജുഡീഷ്യൽ റിവ്യൂ ഗേവ് പ്രൈമസി ടു DPSP ഓവർ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അത് നമുക്കറിയാവുന്നതാണ്. നിർദ്ദേശക തത്വങ്ങൾക്ക് DPSPക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിനെക്കാട്ടിയും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അമെന്റ്മെന്റ് ആയിരുന്നു പിന്നെ ഈ പറയുന്നത് 42ാമത്തെ അമെന്റ്മെന്റ് അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പറയുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നത് 42ാമത്തെ അമെന്റ്മെന്റ് ആണ്. അവിടെയും ജുഡീഷ്യൽ റിവ്യൂവിനെ ലിമിറ്റ് ചെയ്തു ആ അമെന്റ്മെന്റ്. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു കേസാണ് ADM ജബൽപൂർ വേഴ്സസ് ശിവകാന്ത് ശുക്ല കേസ് 1976. famously held that no person could move any court for enforcement of fundamental rights during emergency. അതായത് നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു പൗരനും അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു കോടതിയെയും സമീപിക്കാൻ പറ്റില്ല എന്ന് വിധിച്ച കേസാണ് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ജബൽപൂർ വേഴ്സസ് ശിവകാന്ത് ശുക്ല കേസ് 1976 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ടെക്സ്റ്റ് പഠിക്കുമ്പോൾ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടെ നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അത് വരാൻ പോകുന്ന എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഹു ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ദി ലാൻഡ് റവന്യൂ സിസ്റ്റം നെയ്മഡ് ദഹ്സല സിസ്റ്റം? ദഹ്സല സിസ്റ്റം എന്ന് പറയുന്ന ലാൻഡ് റവന്യൂ സിസ്റ്റം കൊണ്ടുവന്ന ചക്രവർത്തി ആര്? അക്ബർ ചക്രവർത്തിയാണ് കൊണ്ടുവന്നത്. അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ലാൻഡ് റവന്യൂ സിസ്റ്റം എങ്ങനെയാണ് നികുതി പിരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന സിസ്റ്റമാണ് ദഹ്സല സിസ്റ്റം എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും ആ വാക്കിൽ തന്നെയുണ്ട്. ദഹ്സല എന്ന് പറയുമ്പോൾ സാൽ ഉദ്ദേശിക്കുന്നത് ഹിന്ദിയില് ഇയർ എന്നാണ്. ദഹ എന്ന് പറഞ്ഞാൽ 10. 10 വർഷം കൂടുമ്പോൾ 10 വർഷം വരെയുള്ള ഒരു ടൈം പീരീഡ് എടുത്തിട്ട് അവിടെ ഓരോ അഗ്രികൾച്ചർ പ്രോപ്പർട്ടിയിലും
എത്രമാത്രം പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട്, എത്രമാത്രം അവര് കർഷകർ എന്തൊക്കെ വിളയിച്ചിട്ടുണ്ട്, അതിന്റെ കണക്കെടുത്തിട്ട് അതിനെ വെച്ചുകൊണ്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്തു, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു. അതിന്റെ എന്നിട്ട് 1/3 ഗവൺമെന്റിന് കൊടുക്കണം. അതാണ് വികസന സിസ്റ്റത്തിൽ 1/3 ഗവൺമെന്റ് ഷെയർ ആയിട്ട് കൊടുക്കേണ്ടി വരും. ഒരു 10 വർഷത്തുള്ള ടൈം പീരീഡ് എടുത്തിട്ടാണ് അവരിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ, അതായത് അക്ബർ ചക്രവർത്തിയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജാ തോഡർമാലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ. സ്റ്റാൻഡർഡൈസ്ഡ് മെഷർമെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഗാസ ഇലാഖി ആൻഡ് റീപ്ലേസ്ഡ് ഫ്ലെക്സിബിൾ ഹെമ്പൻ റോപ്പ്. പണ്ട് കാലത്ത് അക്ബർ ചക്രവർത്തി ആ സമയത്ത് മിഡീവൽ ഇന്ത്യയിലൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ ഭൂമിയെ അളക്കാൻ ഉപയോഗിച്ചിരുന്നത് കയറായിരുന്നു. ഇപ്പൊ ഈ കയർ വെച്ച് അളക്കുമ്പോൾ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അത് വളഞ്ഞൊക്കെ ഇരിക്കുന്നത് കൊണ്ടൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഷറിംഗ് ടൂളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല, അവിടെ എറർ വരാൻ. അപ്പൊ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഗാസ ഇലാഖി എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നു. വെച്ചാൽ അവിടെ മുളക്കമ്പൊക്കെ കെട്ടി വെച്ചിട്ട് ചെറിയൊരു മെഷറിംഗ് ടൂൾ കൊണ്ടുവന്നിട്ട് അവർ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡൈസ്ഡ് ആക്കി. അതാണ് ഈ ഗാസ ഇലാഹി എന്ന് പറയുന്നത്. അപ്പൊ ഗാസ ഇലാഹി എന്ന് പറയുന്നത് ഒരു ലാൻഡ് മെഷർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അത് കൊണ്ടുവന്നത് ഈ രാജാ തോഡർമാന്റെ അല്ലെങ്കിൽ അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്താണെന്ന് ഓർത്തിരിക്കുക. അത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ലാൻഡ്. ആ സമയത്ത് പ്രധാനപ്പെട്ട ലാൻഡ് ഏതൊക്കെയായിട്ട് ലാൻഡിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരുന്നു. അതായത് അതിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നതിന്റെ കാലയളവിനനുസരിച്ച് പ്രധാനമായിട്ടും പോലാജ്, പറൂട്ടി, ചച്ചാറ്, ബഞ്ചൂർ. പോലാജ്, പറൂട്ടി, ചച്ചാറ്, ബഞ്ചാറ് അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അത് പോലാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫലഭൂഷ്ടിയുള്ള ലാൻഡ്, അത് എല്ലാ വർഷവും കൾട്ടിവേറ്റ് ചെയ്യും. പോലാജിൽ എല്ലാ വർഷവും കൾട്ടിവേറ്റ് ചെയ്യുന്ന ലാൻഡാണ്. അതുപോലെ പറൂട്ടി ലെഫ്റ്റ് ഫാലോ ഫോർ 1 to 2 years. ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷത്തേന് എന്ത് ചെയ്യും, കൃഷി ചെയ്യാതിരുന്ന ലാൻഡിനെയാണ് പറൂട്ടി എന്ന് പറയുന്നത്. അതുപോലെ ചച്ചാർ ലാൻഡ് ഒരു 3-4 വർഷം അൺകൾട്ടിവേറ്റഡ് ആയിട്ടിടും. അതുപോലെ ബഞ്ചൂർ ലാൻഡ് എന്ത് ചെയ്യും, ഒരു 5 വർഷത്തേനൊക്കെ വേസ്റ്റ് ലാൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ലാൻഡിനെയാണ് ബഞ്ചൂർ ലാൻഡ് എന്ന് പറയുന്നത്. ലോ ക്വാളിറ്റി ലാൻഡാണ് ബഞ്ചൂർ. ആ വാക്കൊന്ന് ഓർത്തിരിക്കുക. അതായത് അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ലാൻഡിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതില് ഈസ്റ്റ് ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡിനെ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ചോദിക്കാം. ബെഞ്ചൂർ എന്നാണ് പേര്, ബെഞ്ചൂർ. ഓക്കെ. അടുത്തതാണ് പിന്നെ 2 വേർഡ്സ് ഓർത്തിരിക്കുക. പട്വാരി എന്ന് പറഞ്ഞാൽ ആ കാലത്തിൽ അറിയപ്പെട്ടിരുന്ന വില്ലേജ് അക്കൗണ്ടന്റിനെ പറയുന്ന പേരാണ്. വില്ലേജ് അക്കൗണ്ടന്റിനെ പറയുന്ന പേരെന്താണ്? പട്വാരി എന്നാണ്. അതുപോലെ കനുങ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് റെക്കോർഡ് കീപ്പറാണ്. ഡിസ്ട്രിക്ട് റെക്കോർഡ് കീപ്പറിനെ പറയുന്ന പേരാണ് കനുങ്കോ. അതുപോലെ പട്വാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ് അക്കൗണ്ടന്റ് ആണ്. ഓക്കെ. ക്വസ്റ്റ്യൻ, who among the following combinations which one correctly represent the effect of World War I? വേൾഡ് വാർ 1 ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദിക്കുന്നത്. കറക്റ്റ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശരിയായിട്ട് വായിക്കണം, ശ്രദ്ധിച്ച് വായിക്കണം. അല്ലെങ്കിൽ ഇവിടെ ചിലപ്പോൾ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമ്മളത് മനസ്സിൽ ഉറപ്പിക്കണം, ഇത് റോങ് ആണോ റൈറ്റ് ആണോ കണ്ടുപിടിക്കുന്നുള്ളത്. എന്നിട്ട് മാത്രമേ ഓപ്ഷനിലേക്ക് പോകാവൂ. ഓക്കെ. കൊളാപ്സ് ഓഫ് ഹാംസ്ബർഗ് എംപയർ, റഷ്യൻ റവല്യൂഷൻ, യുണൈറ്റഡ് നേഷൻസ്. വേൾഡ് വാർ 1 ഭാഗമായിട്ട് യുണൈറ്റഡ് നേഷൻസ് വരുന്നില്ലല്ലോ. ഈ വേൾഡ് വാർ 2 ആഫ്റ്റർ എഫക്റ്റ് ആണ് ഐക്യരാഷ്ട്രസഭ ഒക്കെ ഫോം ചെയ്യുന്നത്, അല്ലേ, യുണൈറ്റഡ് നേഷൻസ്. അപ്പോൾ ആ ഓപ്ഷൻ എന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്യാം. യുണൈറ്റഡ് നേഷൻ വരുന്ന വേറെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും എലിമിനേറ്റ് ചെയ്യാം. സെക്കൻഡ് ഓപ്ഷൻ, ലാസ്റ്റ് ഓപ്ഷൻ. അപ്പൊ തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അതിന് ആൻസർ എന്താണ്? കൊളാപ്സ് ഓഫ് ഹാംസ്ബർഗ് എംപയർ, റഷ്യൻ റവല്യൂഷൻ, ലീഗ് ഓഫ് നേഷൻസ്. ഇതൊക്കെ റഷ്യൻ റവല്യൂഷൻ സംഭവിക്കുന്നതും ലീഗ് ഓഫ് നേഷൻസ് രൂപീകരണം ചെയ്യുന്നതും കൊളാപ്സ് ഓഫ് ഹാംസ്ബർഗ് എംപയർ വരുന്നതും ഒക്കെ സംഭവിക്കുന്നതും ഒക്കെ വേൾഡ് വാർ 1 എഫക്റ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഹാംസ്ബർഗ് എംപയർ ഉദ്ദേശിക്കുന്നത് ഓസ്ട്രിയ, ബോഹമിയ, ഹംഗറി എന്ന രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന ഒരു പഴയകാലത്തെ ഒരു രാജവംശമായിരുന്നു ഈ ഹാംസ്ബർഗ് എംപയർ എന്ന് പറയുന്നത്. അത് ഈ വേൾഡ് വാർ 1 കൂടി 1918 കൂടി അത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്, ഹാംസ്ബർഗ് എംപയർ. അതിനുശേഷം അത് പല രാജ്യങ്ങളായിട്ട് സ്പ്ലിറ്റ് ആവുക. ഓസ്ട്രിയ, ഹംഗറി, ചെക്കോസ്ലോവാക്യ, പാർട്ട് ഓഫ് പോളണ്ട്, യുഗോസ്ലോവിയ, അങ്ങനെ പല രാജ്യങ്ങളായിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റീഡ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദെൻ ചൂസ് ദി കറക്റ്റ് ആൻസർ. സ്റ്റേറ്റ്മെന്റ് വായിക്കുക, അതിൽ നിന്ന് കറക്റ്റ് ആയുള്ള ആൻസർ ഉണ്ട്. ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. ഫ്രഞ്ച് റെവല്യൂഷൻ ബിഗാൻ ആസ് ആൻ അസർഷൻ ഓഫ് നാഷണൽ സോവറിനിറ്റി. French Revolution began as an assertion of national sovereignty. Statement 2. The National Assembly in 1790 demanded that France could never make
വാർ എക്സെപ്റ്റ് ഇൻ സെൽഫ് ഡിഫെൻസ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫ്രഞ്ച് റെവല്യൂഷന്റെ ഫലമായിട്ട് ഫോം ചെയ്തിട്ടുള്ള നാഷണൽ അസംബ്ലിയെ കുറിച്ചും അവിടെ നടന്നിട്ടുള്ള മറ്റ് അതിന് അതായത് 1789 ഫ്രഞ്ച് റെവല്യൂഷൻ നടന്നതിന് ശേഷമുള്ള എല്ലാ ഇവന്റ്സിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം, അല്ലേ? നാഷണൽ അസംബ്ലി ഫോം ചെയ്യുന്നതിനെ കുറിച്ച് ടെന്നീസ് കോർട്ട് ഓത്ത് അതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ആ ടൈം ലൈൻ ജസ്റ്റ് നോക്കാം. 1979 ജൂൺ 17 നാഷണൽ അസംബ്ലി ഫോം ചെയ്യുന്നു. ജൂൺ 20 ടെന്നീസ് കോർട്ട് ഓത്ത്. ജൂൺ 14 സ്റ്റോമിംഗ് ഓഫ് ബാസ്റ്റൈൽ ജയിൽ തകർക്കുന്നു. ജൂൺ 14. ഓക്കെ. ഓഗസ്റ്റ് ജൂൺ 14 അല്ല, ജൂലൈ ആണ് ഡൗട്ട്. ഓക്കെ, ജൂലൈ 14 ഓഗസ്റ്റ് 26 ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് ഓഫ് മാൻ ആൻഡ് ദ സിറ്റിസൺ. ഓക്കെ, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ അത് സംഭവിക്കുന്നുണ്ട്. അതെന്താണ്? ഓഗസ്റ്റ് 26 അപ്പൊ ഇത്തരം കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് 1979. പിന്നെ 1790 മെയ്യിലാണ് ഫ്രഞ്ച് നാഷണൽ അസംബ്ലി എന്ത് ചെയ്യുന്നത്? പാസ്ഡ് എ ഹിസ്റ്റോറിക് ഡിക്രി ഡിക്ലെയറിംഗ് ദാറ്റ് ഫ്രഞ്ച് നേഷൻ റിനൗൺസ്ഡ് ഓൾ വാർസ് കോൺക്വസ്റ്റ് ആൻഡ് വുഡ് ഓൺലി യൂസ് ഇറ്റ്സ് മിലിറ്ററി ഫോഴ്സ് ഫോർ സെൽഫ് ഡിഫെൻസ്. അതായത് ലൂയി 16 ആണ് ആ സമയത്ത് അവിടെ ഭരണം നടത്തുന്നത്. ലൂയി 16 ഭരണമാണ് ആ സമയത്ത് അവിടെ നടക്കുന്നത്. ഇപ്പൊ ലൂയി 16 ആ സമയത്ത് ഭരണം നടത്തുമ്പോ അദ്ദേഹം പല രാജ്യങ്ങളുമായിട്ടും നിരന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ 1790 ശേഷം നാഷണൽ അസംബ്ലി പ്രഖ്യാപിക്കുന്നു, ഇനി ഒരിക്കലും അനാവശ്യമായ യുദ്ധങ്ങളിലേക്ക് പോകില്ല, പിന്നെ സെൽഫ് ഡിഫെൻസിന് വേണ്ടി മാത്രമേ യുദ്ധങ്ങൾ ഉണ്ടാവൂ എന്നുള്ളതാണ് ഒന്ന് പ്രഖ്യാപിക്കുന്നത്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻക്ലൂഷൻ. ദീസ് principles were formally incorporated into the Constitution of 1791, which stated that France would only take up arms to maintain its own liberty and independence. 79. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ 1790 നാഷണൽ അസംബ്ലി പറഞ്ഞു ഇനി സെൽഫ് ഡിഫെൻസിന് വേണ്ടി മാത്രമേ യുദ്ധങ്ങളിൽ ഏർപ്പെടൂ എന്നുള്ളത്. അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫോമായിട്ട് 1791 കൊണ്ടുവരുന്നു. 1792 ഫ്രാൻസ് ഒരു റിപ്പബ്ലിക് ആയിട്ട് മാറും. ഓക്കെ. അതാണ് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. അതായത് ഫ്രഞ്ച് റെവല്യൂഷൻ ബിഗാൻ ആസ് ആൻ അസേർഷൻ ഓഫ് നാഷണൽ സോവർണിറ്റി. ഫ്രഞ്ച് റെവല്യൂഷൻ തുടങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് രണ്ട് എസ്റ്റേറ്റ് ഉണ്ട്, ക്ലർജിയും നോബിൾസും. ഈ രണ്ട് എസ്റ്റേറ്റുകളുടെ ഭരണം സഹിക്കാൻ വയ്യാതെ അവിടുത്തെ തേർഡ് എസ്റ്റേറ്റ് പ്രക്ഷോഭം നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ അവർ ആവശ്യപ്പെട്ടത് എന്താണ്? പ്രധാനമായിട്ടും അവർ ആവശ്യപ്പെട്ടത് നാഷണൽ സോവർണിറ്റി കിട്ടുക, അതായത് സാധാരണ ജനങ്ങൾക്കായിരിക്കണം ഭരണം. ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഫ്രഞ്ച് റെവല്യൂഷൻ തുടങ്ങിയത്. ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്. നാഷണൽ അസംബ്ലി in 1790 demanded that France could never make war except in self-defense. നമ്മൾ പറഞ്ഞതുള്ളൂ, സെൽഫ് ഡിഫെൻസിന് വേണ്ടി മാത്രമേ വാർ നടത്തത്തുള്ളൂ എന്നാണ് നമ്മളിപ്പോ നാഷണൽ അസംബ്ലി പറഞ്ഞത്, അല്ലേ? നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ ഓപ്ഷനും ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ രണ്ടും ട്രൂ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. The idea of abandonment of parliamentary democracy in favor of a dictatorship of the proletariat was associated with. അപ്പോൾ ഇവിടെ the idea of abandonment of parliamentary democracy. അപ്പോൾ റഷ്യൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പ്രൊലട്രേറ്റ് ഉദ്ദേശിക്കുന്നത് മോഡേൺ വർക്കിംഗ് ക്ലാസിനെയാണ് പ്രൊലട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് റഷ്യൻ റവല്യൂഷൻ നടക്കുമ്പോൾ അവരെന്തിനാണ് ആ ഒരു റഷ്യൻ റവല്യൂഷൻ നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബൻമെന്റ് ഓഫ് പാർലമെന്ററി ഡെമോക്രസി. അവിടെ ഒരു പാർലമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടുത്തെ രീതിയിൽ എങ്ങനെയായിരുന്നു? അവിടുത്തെ ഭയങ്കര ബൂർഷ്വാസികളുടെ ഭരണമായിരുന്നു നടന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ കളഞ്ഞിട്ട് ഇൻ ഫേവർ ഓഫ് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രൊലട്രേറ്റ്, അതായത് വർക്കിംഗ് ക്ലാസിന്റെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് വരണം, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ കർഷകർ അല്ല അവരുടെ എല്ലാം കൂടെ നയിക്കുന്ന ഒരു ഭരണം അവിടെ വരണമെന്ന് വേണ്ടിയിട്ടാണ് റഷ്യൻ റവല്യൂഷൻ നടക്കുന്നത്. അപ്പോ ഇവിടെ എന്തിനെ അബണ്ടൻ ചെയ്യുന്നു? പാർലമെന്റ് ഓഫ് ഡെമോക്രസി ഇൻ ഫേവർ ഓഫ് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രൊലട്രേറ്റ്. വർക്കിംഗ് ക്ലാസിന്റെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ്, ഒരു ഏകാധിപത്യം വരണം. ആരുടെ ഏകാധിപത്യം വരണം എന്നാണ് പറയുന്നത്? വർക്കിംഗ് ക്ലാസിന്റെ ഏകാധിപത്യം വരണം. അപ്പോൾ നോർമലി ഏകാധിപത്യം ഉണ്ട്, അത് ആരുടെയാണ്? ബൂർഷ്വാസിന്റെയാണ്. അത് മാറ്റിയിട്ട് വർക്കിംഗ് ക്ലാസ് ആണ് അവിടെ ഏകാധിപതികളായിട്ട് വരേണ്ടത് എന്നാണ് പറയുന്നത്. ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യൻ റവല്യൂഷനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രൊലട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ വർക്കിംഗ് ക്ലാസിനെ പറയുന്ന പേരാണ് പ്രൊലട്രേറ്റ് എന്ന് പറയുന്നത്. Following October's revolution in 1917,
The Bolshevik led by Lenin dismantled the existing structure of power, including the province governance and later constitutional assembly, to establish a state controlled by working class. അപ്പോ 1917 ഒക്ടോബർ റവല്യൂഷൻ നടക്കുന്നുണ്ട് റഷ്യയിൽ, അല്ലെ? വ്ളാഡിമിർ ലെനിന്റെ നേതൃത്വത്തിൽ, ബോൾഷെവിക്കിന്റെ നേതാവായിട്ടുള്ള വ്ളാഡിമിർ ലെനിന്റെ നേതൃത്വത്തിൽ. അപ്പൊ അത് എന്ത് ചെയ്യുന്നുണ്ട്? വ്ളാഡിമിർ ലെനിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ ഒരു റഷ്യൻ റവല്യൂഷന്റെ ഫലമായിട്ട് അവരെന്താണ് ആവശ്യപ്പെടുന്നത്? ഇൻക്ലൂഡിംഗ് പ്രൊവിൻസ് ഗവേണൻസ് ആൻഡ് ലേറ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ടു എസ്റ്റാബ്ലിഷ് എ സ്റ്റേറ്റ് കൺട്രോൾഡ് ബൈ വർക്കിംഗ് ക്ലാസ്. വർക്കിംഗ് ക്ലാസിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം അവിടെ വരണമെന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഇവിടുത്തെ ഒക്ടോബർ റവല്യൂഷൻ നടക്കും. അതുപോലെ ബൂർഷ്വാസ് ഡെമോക്രസി എവിടെ എടുത്തു കളയുന്നു? ബൂർഷ്വാസ് ഡെമോക്രസി, ബൂർഷ്വാസിന്റെ സ്പെല്ലിംഗ് ഓർത്തിരിക്കുക. ലെനിൻ ആർഗ്യൂഡ് ദാറ്റ് ദി dictatorship of proletariat, a transition between capitalism and classless, stateless and communist society. ഇപ്പോ നമ്മുടെ വ്ളാഡിമിർ ലെനിൻ, അദ്ദേഹം ബോൾഷെവിക്കിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നല്ലോ. അദ്ദേഹം പറയുന്നത് പ്രൊലറ്ററേറ്റ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്, പ്രൊലറ്ററേറ്റ് എന്ന് പറയുന്നത് ഈ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രൊലറ്ററേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ വർക്കിംഗ് ക്ലാസിന്റെ ഏകാധിപത്യം എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷനാണ്, ഒരു മാറ്റമാണ്. എന്തിൽ നിന്നുള്ള? ക്യാപിറ്റലിസത്തിൽ നിന്നും ക്ലാസ്ലെസ്, സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള സൊസൈറ്റിയിലേക്കുള്ള ഒരു മാറ്റമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാർക്ക് ഭരണം കിട്ടുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. The 3 pillars of Jawaharlal Nehru's development strategy in post-independent India were? ഏതൊക്കെയായിരുന്നു? പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, അതായത് നമ്മൾ സ്വാതന്ത്ര്യ സമരം കിട്ടിയതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഊന്നിക്കൊണ്ടായിരുന്നു അന്നത്തെ അദ്ദേഹത്തിന്റെ ഭരണ നയങ്ങൾ കൊണ്ടുവന്നത്. ആ 3 നയങ്ങൾ ഏതൊക്കെയുള്ള ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഈ പ്രൈവറ്റ് സെക്ടറിന് ഊന്നൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാര്യം പ്രൈവറ്റ് സെക്ടറിന് ഊന്നൽ കൊടുത്തിട്ടുള്ളത് അദ്ദേഹം അല്ല ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹം പബ്ലിക് സെക്ടറിനാണ് 5 ഇയർ പ്ലാൻസിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് പ്രൈവറ്റ് സെക്ടർ എന്ന ഓപ്ഷൻ കാണുന്നത് തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇത് വേണ്ട, ഈ ഓപ്ഷൻ എ വേണ്ട, സി വേണ്ട, ഓപ്ഷൻ ഡിയും വേണ്ട. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എന്തൊക്കെയാണ് അതിനകത്ത് പറയുന്നത്? Planning for rapid industrialization, agricultural growth, a private sector to develop strategic industries, a capitalist economy. അതായത് ഒരു റാപ്പിഡ് ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ ഗ്രോത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെ? ഒരു ഇമ്പോർട്ടന്റ് എന്താണ്? ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ ഇൻഡസ്ട്രി, പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ് കൊണ്ടുവരണം എന്നുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തു, അല്ലേ? ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ബി ആണ്. പ്ലാനിംഗ് ഫോർ റാപ്പിഡ് ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ ഗ്രോത്ത്, എ പബ്ലിക് സെക്ടർ ടു ഡെവലപ്പ് സ്ട്രാറ്റജിക് ഇൻഡസ്ട്രീസ് ആൻഡ് മിക്സഡ് എക്കണോമി. ഒരു മിക്സഡ് എക്കണോമി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു മിക്സഡ് എക്കണോമി കൊണ്ടുവരണമെന്നും, പിന്നെ അതേപോലെ തന്നെ ഇതാണ് മിക്സഡ് എക്കണോമി പറയുന്നത്. നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയും അതുപോലെ സോഷ്യലിസ്റ്റ് എക്കണോമിയും കൊണ്ട് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് അതിന്റെ നല്ല വശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ മഹാരാജ്യത്തിന്റെ ഒരു സൊസൈറ്റിയുടെ പ്രത്യേകതയെ കൺസിഡർ ചെയ്തുകൊണ്ട് നെഹ്റുവും അവരൊക്കെ നമ്മുടെ ഭരണശില്പികൾ രൂപകൽപ്പന ചെയ്ത ഒരു എക്കണോമിയാണ് മിക്സഡ് എക്കണോമി, അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആയിട്ടുള്ള റഷ്യ, അമേരിക്ക അവരുടെ നയങ്ങളുണ്ട്. അതുപോലെ ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആയിട്ടുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ നയങ്ങളുണ്ട്. സോഷ്യലിസ്റ്റ് കൺട്രി ആയിട്ടുള്ള റഷ്യയുടെ നയങ്ങളുണ്ട്. അപ്പൊ അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മിക്സഡ് എക്കണോമി നമ്മൾ നമ്മുടെ ഭരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നെടുന്തൂണായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. പ്ലാനിംഗ് ഫോർ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, അഗ്രികൾച്ചറൽ ഗ്രോത്ത്, പബ്ലിക് സെക്ടർ ടു ഡെവലപ്പ് സ്ട്രാറ്റജിക് ഇൻഡസ്ട്രീസ്, മിക്സഡ് എക്കണോമി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 2021 ചോദിച്ചിട്ടുള്ള ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് ഫസ്റ്റ് ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുപോലുള്ള തുടർന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും മറ്റ് സബ്ജക്ട്സിന്റെ. അപ്പോൾ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ പഠനം മുന്നോട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.